ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ മലപ്പുറത്ത് തന്നെയാണ്, പോയിട്ടില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് കൂടിയിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? നബിദിനങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂളിൻ്റെ ഇതിനായതുകൊണ്ട് എല്ലാവരും പോയോ? സ്കൂളൊക്കെ തുറക്കാനായി. അപ്പം നബിദിന പരിപാടിക്ക് ഇപ്പോൾ ഈ വർഷം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നാൽ നമുക്ക് കുറച്ച് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരുങ്ങാട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ലേശം പഴംപൊരി ഉണ്ടാക്കി എറിയാണ്ട് അതിന് മാവ് കൂട്ടിങ്ങോണ്ട് നിന്നപ്പോഴാണ് നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുകയെന്ന്. അങ്ങനെ അത് കുറച്ച് ചുട്ടു, അത് ഇതിലില്ല, ഞാൻ സോസാക്കി ഇട്ടിക്കുക കേട്ടോ. പിന്നെ ചട്ടിപ്പത്തിരിക്ക് ഞാൻ ഒരു 250-300 ഉണ്ടാവും മൈദമാവ്, ചപ്പാത്തി പരത്തണ മാതിരി പരത്തിയാണ്ട് അതാണ് കേട്ടോ. ഒരു 8-10 ഉണ്ടാക്കിക്കണം കേട്ടോ. പിന്നെ ഒരു 1/2 കിലോനോളം ഒക്കെ ഉണ്ടാവും ചിക്കന്. അത് എല്ലില്ലാത്ത കഷ്ണം നല്ലോണം ഒന്ന് കുക്കറിലിട്ട് വേവിച്ച് നമ്മൾ സാധാ കട്ലേറ്റിനൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ പറഞ്ഞാൽ എന്താ ഇപ്പോൾ അൽഫാമൊക്കെ ഉണ്ടാക്കണ മാതിരിയൊക്കെ കേട്ടോ. അത് നല്ലോണം വേവിച്ചിട്ട് ഇങ്ങനെ കൊത്തി നുറുക്കിയിട്ട് പിന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ഇതൊക്കെ ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് ഇതേമാതിരി നമ്മൾ ഇതിക്കില്ലേ ഈ മസാല റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം അതിക്ക് നമ്മൾ ഈ കൊത്തി അരിഞ്ഞ് ഇങ്ങനെ ചെറിയതാക്കിയെടുത്ത് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെള്ളമൊന്നുമില്ലാത്ത രീതിക്കാണ് വേവിച്ചെടുത്തിക്കണത്. അപ്പം അതിക്ക് ഞാൻ അതിലിച്ചിരി പിന്നെ വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടിങ്ങാണ്ടൊന്ന് കുഴച്ച് നന്നാക്കി എടുത്തിക്കണം കേട്ടോ. അത് വേവിച്ച് മാറ്റി വെച്ചിക്കണം. ഇനി ഞാൻ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പത്തിരി നല്ല വലിപ്പമൊന്നുമില്ല. പത്തിരി നല്ല വലിപ്പത്തിലായ അതിന് പാകത്തെ ചട്ടിയൊക്കെ കേടാൻ നിൽക്കണ്. അപ്പോൾ കുറച്ച് പാകത്തെ വലിപ്പത്തിലാണ് ഉണ്ടാക്കിക്കണത്. അപ്പോൾ അതാ നമ്മളിങ്ങനെ ഒട്ടി പിടിച്ചാതിരിക്കാൻ വേണ്ടിങ്ങാണ്ട് അത് പേപ്പറിലാണ് വെച്ചിക്കണത് കേട്ടോ. മൈദപ്പൊടിയല്ലേ, അപ്പോൾ തമ്മിൽ ഒട്ടും കയറിയാണ്. അപ്പോൾ ഇതാ 1 2 3 4 5 6 7 8 9 10 ഉണ്ട് കേട്ടോ. 10 അപ്പാണ്. അതുകൊണ്ട് അല്ല പത്തിരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 അപ്പാട്ടം ഉണ്ടാക്കണത് ചട്ടിപ്പത്തിരി. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അൽഫാം പോലെയൊക്കെ നിൽക്കും കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒരു പത്തിരി പിന്നെ മുട്ടൻ്റെ മാവിൽ മുട്ടൻ്റെ ഇത് അടിച്ച അതിൽ വെച്ച് മുക്കിയിട്ട് ചട്ടിക്ക് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഈ ഫില്ലിങ് നിറക്കുക. വീണ്ടും പത്തിരി വെക്കുക. പിന്നെയും പിന്നെന്താ ഇതന്നെ ഫില്ലിങ്. അങ്ങനെ നമ്മൾ ഈ വെച്ച ചട്ടി ഫുള്ളാക്കിട്ടോ. 5 അപ്പം വെച്ച് 5 പത്തിരി അപ്പം എന്നാണ് വരുന്നത്. 5 പത്തിരി വീതം വെച്ചങ്ങാണ്ട് പിന്നെ 2 അപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയം ഒരു 10-20 മിനിറ്റോളം ചെറിയ തീയിൽ വേവിച്ചെടുത്ത് ഇങ്ങനെ കേട്ടോ വരിക. നല്ലോണം വെന്തിക്കണ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് വേവിച്ചെടുത്ത് നോക്കുമ്പോൾ കണ്ടോ നല്ല ടേസ്റ്റില്ലേ, അടിപൊളി അപ്പം തന്നെ ആയി വന്നിക്കണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇനി ഇത് മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചായക്കും പറ്റും, വിരുന്നുകാർ വന്നാൽ കൊടുക്കുക. പിന്നെ ഞങ്ങളിത് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഏതായാലും ഞങ്ങളെ ആങ്ങളുടെ മരുവനും കൂട്ടുകാരനൊക്കെ വന്നു. ഓര് തിന്നിട്ട് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് നിങ്ങൾ വാങ്ങിയതാണോ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സൂപ്പറായിക്കണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കണേക്കും ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ആളുകൾ എത്തുമല്ലോ അല്ലേ. അങ്ങനെ ഓൽക്കുതിമെന്ന് കുറച്ച് ഏകീനും തോന്നും. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകൊണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ
എല്ലാ കൂട്ടുകാർക്കും, ഇത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.